ഷൈൻ ടോം ചാക്കോയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കി. ഷൈനിന്റെ മൊഴികൾ പോലീസ് വിശദമായി പരിശോധിക്കും. ഷൈനെ സന്ദർശിച്ചവരുടെ പട്ടികയും സംസ്ഥാനത്തിനും പുറത്തേക്ക് നടത്തിയ യാത്രകളുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ അമൽനാഥ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അമൽനാഥ്, ഒരുപക്ഷെ നാളെ ഷൈൻ ടോം ചാക്കോയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. പക്ഷേ ഇതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് മാത്രമല്ല, സംസ്ഥാനത്തെ ലഹരി ഒഴുക്ക്, ആരൊക്കെയാണ് ഈ ലഹരി കടത്തുന്നത്. കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട ആ പിടിയിലായ റസിയ സുൽത്താനയുടെ വാക്കുകളിൽ നിന്ന് തന്നെ സിനിമാ മേഖലയിൽ അടക്കം നിരവധി താരങ്ങൾ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ കൃത്യമായ വിവരം ലഭിക്കണമെങ്കിൽ ഷൈൻ ടോം ചാക്കോയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് അറിയേണ്ടതുമുണ്ട്, അല്ലേ? സിജു, തീർച്ചയായും നിലവിൽ ഈ ഒരു വിഷയത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് വീണ്ടും തിങ്കളാഴ്ച നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുവാൻ വേണ്ടി ഷൈൻ ടോം ചാക്കോയോട് സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ ഷൈൻ ടോം ചാക്കോയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിൽ നിന്നും കൂടുതൽ വിവരശേഖരണം നടത്തേണ്ടിയിരിക്കുന്നു. ആ വിവരശേഖരണത്തിന് വേണ്ടിയാണ് അടുത്ത ദിവസം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുവാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് മറ്റ് ഇത്തരത്തിൽ ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട പലരുമായും ബന്ധമുണ്ട് എന്ന് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. എങ്കിലും അതിൽ കൂടുതൽ തെളിവുകൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്നവരുമായും ഒപ്പം തന്നെ സജീറിനെ പോലുള്ള എറണാകുളത്തെ പ്രധാനപ്പെട്ട ഇത്തരത്തിൽ കഞ്ചാവ് വിതരണം ചെയ്യുന്നവരുമായും ഒക്കെ തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്ക് ബന്ധമുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു സംഭവം, അതായത് ഈ ഹോട്ടലിൽ താമസിച്ച് അവിടെ നിന്നും രക്ഷപ്പെടുന്ന ആ ഒരു ദിവസം സജീറിന്റെ അക്കൗണ്ടിലേക്ക് 20,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടന്ന സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് നിലവിൽ ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. 2 ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയുടെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്തിനു പുറത്തേക്ക് ഇദ്ദേഹം നടത്തിയിരിക്കുന്ന യാത്രകൾ, അതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് അദ്ദേഹം കണ്ടിരിക്കുന്നത്, ആരൊക്കെയാണ് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത്, അത്തരം വിവരശേഖരണം ഒക്കെ തന്നെ നടത്തിയിരിക്കുന്നു. അതേസമയം തന്നെ ഇദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തുറന്നു സമ്മതിച്ചെങ്കിലും ഒരു ശാസ്ത്രീയമായ തെളിവ് ലഭ്യമായിട്ടില്ല. കഴിഞ്ഞ ദിവസം എറണാകുളത്തെ ജനറൽ ആശുപത്രിയിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോവുകയും പരിശോധനകളും സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് കൂടി ലഭ്യമായാൽ മാത്രമേ ശാസ്ത്രീയമായ തെളിവുകൾ ലഭിക്കുകയുള്ളൂ. 2 ദിവസത്തിനകം ഒരുപക്ഷെ ആ ഒരു ശാസ്ത്രീയമായ ആ ഒരു റിസൾട്ട് ലഭ്യമാവും. അങ്ങനെയെങ്കിൽ അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തും. ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് ഈ ലഹരി വിതരണം ചെയ്യുന്നത്, അവരിലേക്കടക്കം ഈ അന്വേഷണം എത്തുവാനുള്ള സാധ്യതയുമുണ്ട്. അത്തരത്തിൽ അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. സിജു, ശരി. അമൽനാഥാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകിയത്.